ഇന്ത്യൻ വ്യോമസേനയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ ആദ്യം വരുന്ന പേരേതാണ്? കാലത്തെ അതിജീവിച്ച യുദ്ധങ്ങളിൽ വിജയം നേടുന്ന ഒരു യോദ്ധാവ്. 6 പതിറ്റാണ്ടിലേറെ കാലം നമ്മുടെ ആകാശത്ത് ഒരു സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് ഇന്ത്യൻ സൈനിക ശക്തിയുടെ പ്രതീകമായി നിലകൊണ്ട ഒരു വിമാനം MiG-21. ഈ സെപ്റ്റംബർ 26-ന് ഇന്ത്യൻ ആകാശത്തെ ഇതിഹാസ പോരാളിയായ സോവിയറ്റ് നിർമ്മിത MiG-21-ന് നമ്മൾ ഔദ്യോഗികമായി വിട നൽകി. എന്നാൽ ഇത് കേവലം ഒരു പഴയ വിമാനത്തിന് നൽകുന്ന യാത്രാമൊഴിയുമല്ല. ഇത് ഇന്ത്യയുടെ വീര്യത്തിന്റെയും ത്യാഗത്തിന്റെയും അചഞ്ചലമായ പ്രതിരോധ ശേഷിയുടെയും ഒരു മഹത്തായ യുഗത്തിന് നൽകുന്ന പ്രണാമമാണ്. പലരും ഈ വിമാനത്തെ പറക്കുന്ന ശവപ്പെട്ടി, വിധവാ നിർമ്മാതാവ് എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മറക്കരുത്. ഏതൊരു യുദ്ധവിമാനത്തിന്റെയും സുരക്ഷാ റെക്കോർഡ് അത് പ്രവർത്തിച്ച വർഷങ്ങളുടെ എണ്ണത്തിലല്ല, അത് നേരിട്ട വെല്ലുവിളികളിലാണ് അളക്കേണ്ടത്. ലോകമെമ്പാടുമുള്ള വ്യോമസേനകളിൽ ഏറ്റവും കൂടുതൽ പറന്ന ഈ വിമാനം നമ്മുടെ ഏറ്റവും ദുർഘടമായ സാഹചര്യങ്ങളിൽ പോലും രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടു. അത് തകർന്നപ്പോഴെല്ലാം അതിനെ പറത്തിയ നമ്മുടെ ധീരരായ പൈലറ്റുമാരുടെ അതിമാനുഷികമായ പോരാട്ട വീര്യമാണ് നമുക്ക് നഷ്ടമായത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. MiG-21ന്റെ വിടവാങ്ങൽ എങ്ങനെയാണ് ഇന്ത്യയുടെ സൈനിക ശക്തിയിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നത്? എന്തുകൊണ്ടാണ് MiG-21 ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇത്രയധികം പ്രധാനമായിരുന്നത്? ഒപ്പം ലോകോത്തര ശക്തിയായി വളരുന്ന നമ്മുടെ വ്യോമസേനയുടെ ഭാവിയും തദ്ദേശീയമായ തേജസ് ശക്തിയും നമ്മൾ വിശകലനം ചെയ്യുന്നു. നമുക്ക് തുടങ്ങാം. MiG-21 ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത സ്ഥാനമുള്ള വിമാനമാണ്. 6 പതിറ്റാണ്ടിലേറെ കാലം ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ശക്തി സ്രോതസ്സായി നിലകൊണ്ടു. 1971-ലെ നിർണായകമായ ഇന്ത്യ പാക് യുദ്ധത്തിൽ MiG-21 വഹിച്ച പങ്ക് വിലമതിക്കാനാവാത്തതാണ്. ശത്രു വിമാനങ്ങളെ തുരത്തുന്നതിൽ ഇത് മുൻപന്തിയിലായിരുന്നു. അതിവേഗതയും ആക്രമണ ശേഷിയും ഈ വിമാനത്തെ ഒരു എയർ ഫൈറ്ററാക്കി മാറ്റി. ഈ വിമാനം നമുക്ക് നൽകിയത് വെറും വിജയങ്ങൾ മാത്രമല്ല, ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള ആത്മവിശ്വാസം കൂടിയാണ്. സമീപ വർഷങ്ങളിൽ ഈ വിമാനത്തിന്റെ പഴക്കം കാരണം അപകടങ്ങൾ വർദ്ധിച്ചപ്പോൾ വിമർശനങ്ങളും ശക്തമായി. എന്നാൽ ഈ അപകടങ്ങൾ നമ്മുടെ പൈലറ്റുമാരുടെ കഴിവിന്റെ കുറവല്ല, മറിച്ച് ഒരു പഴയ പ്ലാറ്റ്ഫോമിനെ ആധുനിക യുദ്ധക്കളത്തിൽ പോലും ഉപയോഗിക്കാൻ നിർബന്ധിതമാക്കിയ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും പ്രതിരോധ ബജറ്റിലെ പരിമിതികളുടെയും ഫലമായിരുന്നു. ഏറ്റവും ഒടുവിൽ 2019-ലെ ബാലാക്കോട്ട് എയർ സ്ട്രൈക്കിന് ശേഷമുണ്ടായ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന്റെ ആധുനിക F-16 യുദ്ധവിമാനത്തെ വെടിവെച്ചിട്ടത് ഒരു MiG-21 ആയിരുന്നു എന്ന വസ്തുത നമ്മുടെ പൈലറ്റുമാരുടെ അതിമാനുഷികമായ വൈദഗ്ധ്യത്തെയും സൈനിക ശക്തിയെയും ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ഒരു പഴഞ്ചൻ വിമാനം ഉപയോഗിച്ച് ഒരു പുതിയ വിമാനം തകർക്കുക എന്നത് പരിശീലനത്തിലും പോരാട്ട വീര്യത്തിലും ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ള അപ്രമാദിത്വമാണ് വിളിച്ചോതുന്നത്. MiG-21 ഒരു യുഗത്തിന് വിട പറയുമ്പോൾ അത് നമ്മുടെ സൈനിക ചരിത്രത്തിൽ വീര്യം, ത്യാഗം, വിജയങ്ങൾ എന്നിവയുടെ മായാത്ത മുദ്ര പതിപ്പിച്ചാണ് പറന്നിറങ്ങുന്നത്. ഇന്ന് ഇന്ത്യൻ വ്യോമസേന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്ക്വാഡ്രൺ കുറവാണ്. ആവശ്യമായ 42.5 സ്ക്വാഡ്രണുകളിൽ നിന്ന് നമ്മുടെ ശക്തി 29 സ്ക്വാഡ്രണുകളായി ചുരുങ്ങിയിരിക്കുന്നു. ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ ഈ പ്രതിരോധ വിടവ് നികത്തേണ്ടത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ വെല്ലുവിളിയെ ഇന്ത്യൻ സൈനിക നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് തദ്ദേശീയമായ ശേഷിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ്. ഇത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ദൂരക്കാഴ്ചയും ആത്മവിശ്വാസവും വ്യക്തമാക്കുന്നു. തേജസ് മാർക്ക് A1 പദ്ധതി MiG-21ന്റെ വിടവാങ്ങലിനോടനുബന്ധിച്ച് 67,000 കോടി രൂപ ചിലവഴിച്ച് 97 തദ്ദേശീയമായ തേജസ് മാർക്ക് 1 യുദ്ധവിമാനങ്ങൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി കരാർ ഒപ്പുവെച്ചു. ഇത് കേവലം ഒരു ഓർഡർ അല്ല, ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിലെ ഏറ്റവും വലിയ ഒറ്റ കരാറുകളിലൊന്നാണ്. ആത്മനിർഭര ഭാരതം എന്ന ലക്ഷ്യം. ഈ കരാർ വഴി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ ഊർജ്ജം ലഭിക്കുകയും പ്രതിരോധ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്യും. 4.5 തലമുറ ശക്തി. തദ്ദേശീയമായി നിർമ്മിച്ച 4.5 തലമുറ വിഭാഗത്തിൽപ്പെടുന്ന തേജസ് വിമാനങ്ങൾ നമ്മുടെ വ്യോമസേനയുടെ സാങ്കേതിക മികവിന്റെയും പോരാട്ട ശേഷിയുടെയും ഭാവിയിലെ നട്ടെല്ലായിരിക്കും. ഈ ഒരു വിതരണത്തിൽ ഉണ്ടാകുന്ന കാലതാമസത്തെക്കുറിച്ച് IAF മേധാവി ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ തയ്യാറാണ് എന്ന മനോഭാവത്തോടെ മുന്നോട്ട് പോകാനുള്ള പ്രതിരോധ സ്ഥാപനങ്ങളുടെ ദൃഢനിശ്ചയം എടുത്തു പറയേണ്ടതാണ്. ഒക്ടോബറിൽ 2 തേജസ് മാർക്ക് 1A വിമാനങ്ങൾ കൈമാറുമെന്ന HALന്റെ പ്രഖ്യാപനം വെല്ലുവിളികളെ അതിജീവിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഇന്ത്യൻ സൈനിക ശക്തിയുടെ പ്രതിബദ്ധതയുടെ സൂചനയാണ്. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം താൽക്കാലിക പ്രതിരോധം വിടവ് നികത്തുക എന്നതിലെല്ലാം ഉപരി ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമശക്തിയായി വളരുക എന്നതാണ്. അതിനുള്ള ദീർഘവീക്ഷണമാണ് 5ാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വികസിപ്പിക്കാനുള്ള പദ്ധതി. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിലെ മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ ഉയരും. ഇത് നമ്മുടെ രാജ്യത്തിന്റെ
ലോകത്തിന്റെ സാങ്കേതിക പരമാധികാരത്തിന്റെ പ്രഖ്യാപനമായിരിക്കും. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ AMCAയുടെ ഏറ്റവും വലിയ പ്രത്യേകത ശത്രുവിന്റെ റഡാറിൽ നിന്ന് ഒളിഞ്ഞിരിക്കാനുള്ള സ്റ്റെൽത്ത് ശേഷിയാണ്. ആധുനിക യുദ്ധങ്ങളിൽ അതിജീവനത്തിന് ഇത് അനിവാര്യമാണ്. അമേരിക്ക 6ാം തലമുറ വിമാനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ AMCAയുടെ വികസനം വേഗത്തിലാക്കുക എന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശാസ്ത്രജ്ഞർക്ക് ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളുടെ കഴിവ് നമ്മുടെ സൈനിക ശക്തിയുടെ അന്തർലീനമായ ദൃഢതയെയാണ് കാണിക്കുന്നത്. MiG-21 ഒരു യുഗം അവസാനിപ്പിക്കുമ്പോൾ AMCA പോലെയുള്ള അത്യാധുനിക വിമാനങ്ങളുടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ തങ്ങളുടെ അചഞ്ചലമായ പ്രതിരോധ ശേഷി പ്രകടിപ്പിക്കുകയാണ്. ഈ ലക്ഷ്യം കൈവരിക്കുന്നത് വഴി ഇന്ത്യയുടെ വ്യോമാതിർത്തി സമ്പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും. MiG-21ന്റെ വിടവാങ്ങൽ വെറും ഒരു പഴയ വിമാനത്തിന് നൽകുന്ന വിടപറച്ചിലല്ല. അത് ഇന്ത്യൻ സൈനിക ശക്തിയുടെ പരിണാമത്തിന്റെയും വളർച്ചയുടെയും ഒരു സുപ്രധാനമായ നാഴികക്കല്ലാണ്. MiG-21ന്റെ കാലഘട്ടത്തിലെ ധീരതയും ത്യാഗവും വിജയങ്ങളും നമ്മുടെ പൈലറ്റുമാർക്ക് എന്നും പ്രചോദനമായിരിക്കും. ഈ പൈതൃകം പേറിക്കൊണ്ട് നമ്മുടെ തേജസ് വിമാനങ്ങൾ ആകാശത്ത് പറന്നുയരും. അതിനെ പിന്തുടർന്ന് 5ാം തലമുറ AMCA വിമാനങ്ങൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ശക്തി പ്രഖ്യാപിക്കും. ഇന്ത്യൻ വ്യോമസേന ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക വിഭാഗങ്ങളിലൊന്നാണ്. വെല്ലുവിളികൾ ഉണ്ടാകാം, പക്ഷേ അവയെ മറികടന്ന് 42.5 സ്ക്വാഡ്രൺ ശക്തി കൈവരിക്കാൻ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കും. കാരണം നമ്മുടെ ശക്തി ആയുധങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല, നമ്മുടെ ധീരരായ സൈനികരുടെ പോരാട്ട വീര്യത്തിലും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിലുമുള്ള നമ്മുടെ വിശ്വാസത്തിലുമാണ്. MiG-21 നിങ്ങളുടെ സേവനത്തിന് നന്ദി. നിങ്ങൾ ഇന്ത്യൻ ആകാശത്ത് നൽകിയ മഹത്തായ പൈതൃകത്തിന് പ്രണാമം. ചോദ്യം ഇതാണ്: തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് AMCA വിമാനങ്ങൾ ഇന്ത്യയുടെ വ്യോമസേനയുടെ സ്ക്വാഡ്രൺ കുറവ് നികത്തുന്നതിനും ലോകശക്തിയായി ഇന്ത്യയെ വളർത്തുന്നതിനും എത്രത്തോളം സഹായിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.